കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റാൽ ആദ്യത്തെ 20 മിനിറ്റ് വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് പൊള്ളലേറ്റാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. പൊള്ളിയ ഭാഗം ഉടൻ തണുത്ത ഒഴുകുന്ന വെള്ളത്തിൽ 20 മിനിറ്റ് കഴുകുക. സാധാരണ പൈപ്പ് വെള്ളം ഇതിനുപയോഗിച്ചാൽ മതിയാകും. ഇങ്ങനെ ചെയ്യുന്നത് ചർമ്മത്തിന്റെ കൂടുതൽ നാശം തടയുകയും വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി, പൊള്ളിയ സ്ഥലത്തിനരികിലായി ഇറുകിയ വസ്ത്രങ്ങളോ കൈവളയോ വാച്ചോ മോതിരങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് നീക്കം ചെയ്യുക. കാരണം പിന്നീട് വീക്കം വന്നാൽ ഇത് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. പൊള്ളിയ ഭാഗം വൃത്തിയുള്ള ഒട്ടാത്ത, അതായത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഡ്രസ്സിങ്ങോ ക്ലിംഗ് ഫിലിമോ വെച്ച് കവർ ചെയ്യുക. ഇത് അണുബാധ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. പൊള്ളിയ ഭാഗങ്ങളിൽ തുണിയോ മറ്റോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ നിൽക്കരുത്. ആശുപത്രിയിൽ എത്തിയ ശേഷം ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി ഇത് ചെയ്യാം. പൊള്ളിയ ഭാഗത്ത് ഐസ് കട്ട നേരിട്ട് വെക്കാൻ പാടില്ല. ഇത് ഓൾറെഡി സെൻസിറ്റീവായ സ്കിന്നിനെ ഒന്നുകൂടി ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ ടൂത്ത് പേസ്റ്റ്, എണ്ണ, മഞ്ഞൾ, നെയ്, മോയ്സ്ചറൈസിംഗ് ക്രീം ഒന്നും ഈ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് അണുബാധ സാധ്യത വർദ്ധിപ്പിക്കുകയും ചികിത്സ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. പൊള്ളലേറ്റ സ്ഥലത്തെ കുമിളകൾ പൊട്ടിക്കാൻ പാടില്ല. ഇത്തരം കുമിളകൾ ശരീരം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സംരക്ഷണ പാളിയാണ്. നമ്മളിത് പൊട്ടിക്കുകയാണെങ്കിൽ അണുബാധ സാധ്യത കൂടുന്നുണ്ട്. പൊള്ളൽ മുഖം, കണ്ണ്, കൈ, കാൽ, ജനനേന്ദ്രിയം, വലിയ സന്ധി എന്നിവിടങ്ങളിലാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. കുഞ്ഞുങ്ങളുടെ കൈപ്പത്തിയുടെ വലിപ്പത്തേക്കാൾ വലിയ വിസ്തൃതിയുള്ള പൊള്ളലാണെങ്കിൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. വൈദ്യുതി, രാസവസ്തു അല്ലെങ്കിൽ പുക ശ്വസിച്ചതിനെ തുടർന്നുള്ള പൊള്ളലാണെങ്കിലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. ചർമ്മം വെള്ള നിറത്തിലോ കറുത്ത നിറത്തിലോ ആയി തോന്നുന്നുണ്ടെങ്കിലോ ആഴത്തിലുള്ള പൊള്ളലായി തോന്നുന്നുണ്ടെങ്കിലോ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഏത് തരത്തിലുള്ള പൊള്ളലാണെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. വേദന വളരെ കൂടുതലാണെങ്കിലോ പനി, പഴുപ്പ്, ദുർഗന്ധം അല്ലെങ്കിൽ അണുബാധയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ചികിത്സ ഒഴിവാക്കരുത്.